അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പുതിയൊരു നായകനെ കണ്ടെത്താനുള്ള തിരച്ചിലിലാണ്. ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2025 സെപ്റ്റംബറിൽ UAEയിൽ ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് T20 ടൂർണമെന്റിനായി ടീം പ്രഖ്യാപനം ഉടൻ വരും. നിലവിലെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് തന്നെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, മുൻ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, IPL മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് അയ്യർ എന്നിവരുടെയും സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. സമീപകാല പ്രകടനങ്ങളും ടീമിന്റെ ഭാവി പരിപാടികളും പരിഗണിക്കുമ്പോൾ ടീമിന്റെ നായകനായി ആരെ തിരഞ്ഞെടുക്കുമെന്നത് BCCIയെ സംബന്ധിച്ച് ഒരു നിർണായക തീരുമാനമായിരിക്കും. 2024 ജൂലൈയിൽ ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ നിയമിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലോ IPLലോ ക്യാപ്റ്റൻസി പരിചയമില്ലാത്ത സൂര്യയെ ബാറ്റിംഗ് ഫോം മാത്രം പരിഗണിച്ച് ദേശീയ ടീമിന്റെ ക്യാപ്റ്റനാക്കിയതിനെ കുറിച്ചായിരുന്നു പ്രധാനമായും വിമർശനങ്ങൾ ഉയർന്നത്. എന്നാൽ തന്റെ നേതൃത്വത്തിൽ കളിച്ച 22 മത്സരങ്ങളിൽ 17ലും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് സൂര്യ എല്ലാ വിമർശകരുടെയും വായടപ്പിച്ചത്. ഒരു നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ടീമിന് വലിയ ഊർജം നൽകി. ക്യാപ്റ്റൻസി റെക്കോർഡും സമീപകാല ഫോമും പരിഗണിക്കുമ്പോൾ ഏഷ്യ കപ്പിൽ ടീമിനെ നയിക്കാനുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ സൂര്യകുമാർ യാദവ് തന്നെയാണ്. എന്നാൽ അടുത്തിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ടീം മാനേജിന് ആശങ്കയുണ്ടാക്കുന്നു. പരിശീലനം ആരംഭിച്ചുവെങ്കിലും പൂർണ്ണമായ ഫിറ്റ്നസ് വീണ്ടെടുത്തോ എന്ന് തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നായക സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കൂ. ഏകദേശം 1 മാസം മുമ്പ് വരെ T20 ടീമിൽ പോലും ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത കളിക്കാരനായിരുന്നു ശുഭ്മാൻ ഗിൽ. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ തകർപ്പൻ പ്രകടനം അദ്ദേഹത്തെ ഏഷ്യ കപ്പ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു. 3 ഫോർമാറ്റിലും ഒരൊറ്റ ക്യാപ്റ്റൻ മതിയെന്നാണ് BCCI തീരുമാനിക്കുകയാണെങ്കിൽ T20യിലും ഗിൽ ടീമിന്റെ നായകനായി മാറിയേക്കാം. രോഹിത് ശർമ്മ കളമൊഴിയുന്നതോടെ ഏകദിന ടീം ക്യാപ്റ്റനായി ഗിൽ എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ പയറ്റി തെളിയാനുള്ള ഏറ്റവും നല്ല സാധ്യതയാണ് ഏഷ്യ കപ്പ്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി തുടർന്നാൽ ഗിൽ വൈസ് ക്യാപ്റ്റനായി എത്താനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ സ്ഥിരം വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ആകുമെന്നാണ് ഒരു കാലത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കളിക്കാരനായിരുന്നു ഹാർദിക് പാണ്ഡ്യ. എന്നാൽ അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന് നായക സ്ഥാനം നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ T20 ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഹാർദിക്. പിന്നീട് ക്യാപ്റ്റനായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ഇന്ത്യ കളിച്ച 16 രാജ്യാന്തര T20 മത്സരങ്ങളിൽ 10ലും ടീം വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ നയിച്ച ഹാർദിക് 14ൽ 8 മത്സരങ്ങളിൽ ടീമിനെ വിജയത്തിലെത്തിച്ചു. 2022ൽ ഗുജറാത്ത് IPL ചാമ്പ്യന്മാരായതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഈ മികച്ച റെക്കോർഡുകൾ അദ്ദേഹത്തിന് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാൻ അവസരം നൽകിയേക്കാം. കഴിഞ്ഞ IPL സീസണിൽ പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തിച്ചതോടെയാണ് ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിനു മുമ്പ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL ചാമ്പ്യന്മാരാക്കിയതിലും അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ട്. ഡൽഹി ക്യാപ്റ്റൻസിനെയും അദ്ദേഹം IPLൽ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട്. ഫ്രാഞ്ചൈസി ലീഗുകളിലെ ഈ മികച്ച ക്യാപ്റ്റൻസി റെക്കോർഡും സമീപകാല ബാറ്റിംഗ് ഫോമും പരിഗണിക്കുമ്പോൾ ഏഷ്യ കപ്പ് ടീമിനെ നയിക്കാൻ യോഗ്യനായ കളിക്കാരൻ തന്നെയാണ് ശ്രേയസും. ഈ നായകന്മാരിൽ ആരാണ് ഏഷ്യ കപ്പ് ടീമിനെ നയിക്കുമെന്നത് വരും ദിവസങ്ങളിലാണ് വ്യക്തമാകുക. BCCIയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം.